മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടരട്ടടാ. ഇവരുടെ തറവാട് പല്ലനേയില്ല, ഞാൻ പല്ലാവൂർത്താറില്ല. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണ പല്ലിശ്ശേരിയില്ല. എന്താ അറിയില്ല. ആരാ? എന്താപ്പത്? പങ്കൻ ഓവറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ. കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കും. എന്താ പറഞ്ഞേ? മോനെ എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ? പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണുണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ പലിശ അടക്കം വളർന്ന് ദേ ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. ദേ നോക്ക്. അഭിലേഷനുണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ട പോലെ നിക്കണ ഈ പല്ല് തന്നെ ധാരാളാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാധിയോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ മുത്തച്ഛനടുത്ത് വന്നേ. ഇറങ്ങണോ ഇവിടുന്നു? ഒരു പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾ കൂടുതലൊന്നും വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേഷോയുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി. എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചതിൽ ക്ഷമിക്കണം. TV കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടൻ കിരീടണിയണം. ഇതും കൂടി. ഓക്കെ, ഇനി എല്ലാരും ക്യാമറക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ. ഓക്കെ, ബൈ ബൈ. എടാ രാഹുലേ, എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരും കൊണ്ടുപോയി. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടുമെന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനടിച്ചു മാറ്റിയതാ മുത്തശ്ശന്റെ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിറ്റ 2 കടവും തീർക്കാം. കഴുത്തിരിച്ച് കൊല്ലം അറിയാഞ്ഞിട്ടല്ല. എന്നാ കൊല്ലടാ. ഈ നിക്കണ എന്റെ അമ്മായി അപ്പനെ എന്നെ കൊണ്ട് മതി. നീ വണ്ടി എടുത്തേ. എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ? കാസറ്റോ അതിലായി പോയി. ഓരോ ദിവസം ഓരോ പുലിവാലായിട്ട് ഇറങ്ങിക്കോളൂ. എടാ, കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടുള്ള പാടെ എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? കുട്ടിരാമ, മാലയോ പോയി. ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട. കണ്ണട അടച്ചു. അതല്ലടാ, പൊട്ട. പൊട്ടോ? സാറിനെന്തിനാ പൊട്ട്? പൊട്ടല്ലടാ, പൊട്ട. കണ്ണട അടച്ചല്ലോ. എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. ഒറ്റ കീറി വെച്ചെന്നാലുണ്ടല്ലോ. എടാ മരത്തലയാ, എന്റെ കണ്ണട എവിടെയാണെന്ന് ചോദിച്ചത്. ഓ അതാണോ? എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാർ എന്നെ പിരിച്ചുവിട്ടാലും വേണ്ടൂല. ഇനി പിങ്കക്കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്തും നിലവിളി. ഒരു പിങ്കി ഷോ? ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി. എലിവിഷത്തെക്കാൾ വലിയ വിഷമാണ് അവരുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാണ് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറിയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂജക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത. ഞങ്ങൾ ഇന്ന് വിജയകരമായ 50ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണ പല്ലിശ്ശേരിയില്ല. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. ആരാ? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്ക്. അറിയില്ലല്ലേ? പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത്. എന്റെ മാല. മാലയോ? അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ. ഓ, ആശ്വാസായി. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായിരുന്നില്ലടി കാന്താരി. കുണ്ട പോലെ
നിക്കണ ഈ പല്ല് തന്നെ ധാരാളം. അഭിനയത്തിനുണ്ടോ? ഇല്ലാരിടാ. ഇറങ്ങണോ ഇവിടുന്ന് ഒരു കലണ്ടാതിന് കൂടുതലൊന്നും പറയണ്ട. ഇറങ്ങണോ ഇവിടുന്ന്? ഇറങ്ങണം പറയാൻ. അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, സാറ് നിർബന്ധിച്ചിട്ടാ. ചുമ്മാതല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാള കളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ ടി വി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം ടി വി കണ്ടുപിടിച്ചോനെ വേണം ആദ്യം കൊല്ലാൻ. മസ്തിക്ക് പാഠശാല. എന്നാ എന്റെ ഷോ വെക്കാതിരുന്നത്? ആ, ഓഹോ, പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും. അതെ, ഞാൻ തന്നെ ഓഫ് ചെയ്തത്. ഓ. നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ ടി വിയിലുണ്ടായിരുന്നത്. കണ്ട അലവില്ലാതെ സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യനെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. മെയിൻ സാബിനോട് ഞാൻ എന്നും പറയാറുള്ളതാ, എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട് അല്ലേ മുത്തശ്ശ? പട്ടാള നിയമം അടിച്ചേൽപ്പിക്കരുത്. എനിക്കിഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു. എൻ വഴി താൻ ഈ വഴി. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും. എൻട്രൻസ് പാതിയിൽ നിർത്തി ചേർന്ന കോളേജിലെല്ലാം പ്രശ്നക്കാരി. നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർത്ഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. രാജലക്ഷ്മി, എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ? താൻ തോന്നി. അതെ, താൻ തോന്നി, തന്നിഷ്ടക്കാരി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടല്ലോ എന്റെ പേരിൽ. നീ അകത്ത് പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയല്ല കുറ്റം. നീ ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, അകത്ത് പോയേ. രണ്ടെണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യാന്? അതിന്റെ സമയം അത്രയ്ക്ക് മോശ. ജോത്സ്യം തന്നെ പറഞ്ഞതല്ലേ. സമയദോഷത്തിന്റെ പേരും പറഞ്ഞു വല്യമാമ തന്നെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നിഷേധിക്കുന്നില്ല, ഇത്തിരി ശാസനയുടെ കുറവുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം. എടി പിങ്കി, പിങ്കി, നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. എവിടെ അവള്? നിന്നെ ഞാൻ ഇന്നും. പിങ്കി, സുഖല്ലേ? എന്റെ മാല എവിടെ? കേട്ടില്ലേ കോട്ടയത്തിന് കോട്ടപ്പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെങ്കടിക്കാൻ പോയി. മാല കേട്ട് വന്നു, കോട്ട വാങ്ങി വന്നു. മാല വേണോ കോട്ട വേണോ? രണ്ടും. ആദ്യം കോട്ട പിന്നെ മാല. ഓക്കേ. ഈ പട്ടാളവും കലയും തമ്മിൽ ചേരില്ല മുത്തശ്ശ. കണ്ടില്ലേ, ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ. വേണേ കൊണ്ട ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ? അസൂയ, പെരുന്തച്ചൻ സിൻഡ്രം. നീ എടുത്തൊഴിക്കടി. കപ്പ് നിറഞ്ഞില്ലേട്ടാ. ഇത്തിരി നിറഞ്ഞ മതിട്ടോ. വെള്ളം അധികം വേണ്ട, വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ. മതി മതി. മോളെ ഇങ്ങട് വന്നേ. നീ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം? അല്ല, ദേ ഈ നിധിവേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം? പിന്നെ എനിക്കെന്താ ഇവിടെ ഒരു പിടിവള്ളി? അത് ശരി, എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലേടി കാന്താരി? നിനക്കൊരു ക്ഷീണമില്ല. കുടിക്കാൻ വരട്ടെ? അല്ല മുത്തശ്ശ, ഡയബറ്റീസ് വേണ്ട. പിന്നെ കൊളസ്ട്രോൾ കിട്ടിയില്ല. ഓ വെയിറ്റ് വെയിറ്റ്. ഓ അപ്പൊ പ്രഷറോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. നേരാ നേരം മരുന്നും പത്തിയും നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹമായത്. ഓർമ്മ വേണം. എടി, വയസ്സ് നമ്മുടെ കയ്യിലല്ല, പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അയ്യോ, ക്യാൻസർ തന്നില്ല. വലിച്ചാട്ടേ. വലിപ്പിക്കാൻ വരട്ടെ. എവിടെ എന്റെ മാല? ഞാൻ അത് ടി വിയിൽ കണ്ടു. അമ്പടി കള്ളി. എന്താ ഇത്? മുത്തശ്ശന്റെ തല പോലെ ഉള്ള പൊള്ളയായതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല. അപ്പൊ എന്റെ മാലയോ? പാവം, ഏതോ തട്ടാന്റെ ഉമിത്തിയില് അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും. അമ്പടി, അപ്പൊ നീ അത് വിറ്റുവല്ലേ? നിന്നെ ഞാനിപ്പോ വിളിച്ചു പോവും. ഹലോ. യെസ് സർ, ഞാൻ ലീഗലായി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. Are you suspecting anyone? Yes, sir. Nursing assistant one, Mr. Stephen. He's the cheater. I know him. സർവീസിൽ അയാളുടെ പ്രീവിയസ് റെക്കോർഡ്സ് വളരെ മോശമാണ്. Be careful. Okay, sir. If you need any official help, call me. Thank you, sir. ഹലോ മാഡം, ഞാനാ സ്റ്റീഫൻ. എന്താ? மேடம் ஒண்ணு மனசு வச்சா இந்த ப்ராப்ளம் சால்வ் பண்ண முடியும். What do you mean? இல்ல, എത്രയാന്ന് വെച്ചാ ഒരു പങ്ക് ആറ് മര്യാദ ഞാൻ എത്തിച്ചോളാം. Idiot.
തന്നെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അങ്ങനെ വാശിയിലാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. സ്റ്റോപ്പ് ഇറ്റ്. എടാ ഡാഷേ, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. നാളെ കാലത്ത് ഷൂട്ടുള്ളതാ. സ്റ്റോറി ബോർഡൊക്കെ റെഡി. ക്യാമറയുമായി നീ അങ്ങോട്ട് വന്നാ മതി. പോടാ. പിന്നെ ആ പരമ ബോർഡുണ്ടല്ലോ ഗോപി, അവനോട് പറഞ്ഞേക്കണം. പോടാ ഡാഷേ. സ്റ്റോപ്പ് ഇറ്റ്. തീന്മേശയിലാണോ നിന്റെ തന്നോന്നിത്തരം? ടേബിൾ മാനസ് അറിയില്ലേ നിനക്ക്? ഇവിടെ ഇപ്പൊ ആണവ കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. മിണ്ടാതെ കഴിക്കാൻ നോക്ക്. എന്താ ഇത്? സാമ്പാറ് വേറൊന്നുമില്ല. ഉണ്ടല്ലോ, അവിയൽ, ചീര, ഓലൻ, ഇഞ്ചിക്കറി. ഇതെന്താ എന്നും ഇവിടെ ഇലയും വേരും പുല്ലും മാത്രം? ഉള്ളത് കഴിച്ചാ മതി. ഭക്ഷണത്തിലും പട്ടാളം ചിട്ട. എനിക്ക് വേണ്ടേ. എന്ത് രസമായിട്ടാ കുട്ടി പോണ. തലതെറിച്ചവൾ കണ്ടില്ലേ വാശി? പെണ്ണാ ഇവള്. നിനക്ക് തെറ്റി. അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. പിങ്കിന്നല്ല, കോളനിയിലെ പിള്ളേര് വിളിക്കുന്നത് പങ്കെണ്ണ. മോള് കഴിക്കി. ഇതിവിടെ പുത്തിരിയൊന്നും അല്ലല്ലോ. അസുരഗണം, ദേവഗണം. തീന്മേശയിലല്ല, ശ്വാസം പോയി മരണപ്പായിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല. എനിക്ക് മതി. എന്നാ പിന്നെ എനിക്കും മതി. അതാ നല്ലത്. അല്ലെങ്കിൽ വേണ്ട. സ്വന്തം മാല നഷ്ടപ്പെട്ടവനാ ഞാൻ. അതിന്റെ ക്ഷീണം എനിക്കുണ്ട്. അത്താഴ പട്ടിണി കിടക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടിരാമ, നീ ഇത്തിരി പച്ചമോരും എടുത്തേ. പച്ചമോര് നീലമോരും ഒന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഇത്തിരി വെളുത്ത മോര് തരാം. മാല നഷ്ടപ്പെട്ടവനാ ഞാൻ. നീ എന്നെ കൊണ്ട് നിന്റെ കുടൽ മാല എടുപ്പിക്കരുത്. എടുക്കടാ. കള്ളി, എല്ലാരും ഇവിടെ പട്ടിണി. നീ എവിടെ ഇരുന്ന് ബർഗർ വെട്ടി വിടുന്നത് വേണോ? ഇത് വാങ്ങിയോണ്ട് ചുമ്മാ നമ്പർ ഇട്ടല്ലേ. ആ, അതുകൊണ്ട് അമ്മ പട്ടിണിയായി. കിടക്കട്ടെ പട്ടാളൊന്നും പട്ടിണി. എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ? പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ. സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മയ്ക്കിപ്പോ വല്ലാത്ത വേവലാതി. കാലത്താ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു. എന്റെ ജാതകം ചേരില്ല അത്രേ. നശിച്ചൊരു ചൊവ്വാദോഷം. ഒരു ചൊവ്വയും ബുധനും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ടൊരു അടിപൊളി ചെക്കനെ കണ്ടെത്തിയാ ഈ നൂലാമാലകൾ ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒന്ന് പോടി. അമ്മ മൊത്തം ടെൻഷനിലാ. ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടത്ര. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ അത്രയ്ക്ക് അങ്ങ് താഴ്ന്നു കൊടുക്കണോ? നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. നീ വാ, നീ വാ. ലക്ഷ്മി, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്താ നിനക്ക് പറ്റിയത്? ആരോടാ നീ പണങ്ങിയത്? നമ്മുടെ മോളോടോ? നീ ഒന്ന് സ്മാർട്ടായേ. ലക്ഷ്മി, എന്താ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ പട്ടാള ഭരണം അങ്ങ് ഹോസ്പിറ്റലില് എന്റെ മക്കളുടെ അടുത്ത് വേണ്ട. മനസ്സിലായോ? എന്നെ കുറിച്ച് ഓർത്ത് എന്റെ അമ്മക്കൊന്ന് ടെൻഷൻ അടിക്കണ്ട. പെണക്കൊന്നുമില്ലാതെ നമുക്ക് മൂന്നേരം കൂടി കെട്ടിപ്പിടിച്ച് എന്തിനാ എവിടെ നിർത്തിയത്? ഒരു മൂടിനു വേണ്ടി. കേട്ടില്ലേ പക്ഷികളുടെ കളകളാരവം? അത് പട്ടി കുറച്ചതാ. ആണല്ലേ? പക്ഷികളുടെ കളകളാരവം അത് പറഞ്ഞതല്ലേ? അതല്ലേ? കാറ്റിന്റെ ശീൽക്കാരം, കുളിരിന് പോലും വസന്തത്തിന്റെ നനുത്ത മണം. നിനക്ക് എന്ത് പറ്റി? വല്ല ജീവറ്റും പാടാനുള്ള ഉദ്ദേശമുണ്ടോ? അത് എന്താ അത്? എന്റെ ബയോഡേറ്റയാ. ബയോഡേറ്റയോ? പേര് രാഹുൽ, വയസ്സ് 23, ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്, വെയിറ്റ്. എന്താണ് ഇതൊക്കെ? ആപ്ലിക്കേഷനാ. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കോളനിയിൽ ചെറിയൊരു കുശൂഷുകൾ. അപ്പൊ തോന്നി ഒരു ആപ്ലിക്കേഷൻ അങ്ങ് തന്നിട്ടേക്കാന്ന്. അല്ല, ഇനി എന്റെ അനാസ്ഥ കൊണ്ട് അത് മിസ്സാവരുതല്ലോ. അതാ. ഈയിടെ നിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാനും സംശയിച്ചു. പക്ഷെ നമുക്കത് വേണ്ടടാ. സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒന്നും പ്രണയത്തിൽ കിട്ടില്ല. ഒരുമാതിരി ജലദോഷ പനി പോലെ തുമ്മി ചീറ്റി കൊളമാക്കിയിട്ട് അത് പോളൂ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോടൊപ്പം എന്നും പങ്കനായി കഴിയാനാ ഇഷ്ടം. ധൃതിയില്ല. പങ്കൻ എന്തെങ്കിലും പിങ്കി ആവണമെന്ന് തോന്നിയാ ഇത് പരിഗണിക്കണം. പങ്കൻ പിങ്കി ആയാലല്ലേ? അതെ, ഒരപേക്ഷയുണ്ട്. ഈ ഉടമ്പടിയുടെ കാര്യം മറ്റാരെ അറിയിക്കരുത്. ചമ്മല. ഹലോ, അളിയ രാമേട്ടൻ വിളിച്ചിരുന്നു. സിദ്ധമൈത്തൻ ഇപ്പം കത്തും.